ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിവിഷനാണ്. നിങ്ങൾക്ക് നാളെ എക്സാം ആണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സാർ റിവിഷൻ ക്ലാസ് ചെയ്യിപ്പിക്കുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മുടെ ഫുൾ സിലബസിനെ ഒരു 3 ഡിവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് കോർണർ ജിയോമെട്രിയും കോംപ്ലക്സ് നമ്പറുടെ ഒരുമിച്ച് ഒരൊറ്റ മൊഡ്യൂളും, രണ്ടാമത്തെ മൊഡ്യൂൾ എന്താണ് ട്രിഗണോമെട്രിയും, മൂന്നാമത്തെ മൊഡ്യൂളിൽ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് ഒരു 6 വീഡിയോ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 6 വീഡിയോ കിട്ടിയതിന് ശേഷം പഠിക്കാമെന്ന് പറഞ്ഞിരിക്കരുത്. ഓരോരോ വീഡിയോ തരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ. അവിടെ കോംപ്ലക്സ് നമ്പറിൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് മൾട്ടിപ്ലിക്കേഷനാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്ടാ 2 + 3i 2 + 3i ഇൻറ്റു എന്താണ് 1 - 4i. നമ്മളിത് എങ്ങനെ ചെയ്യാം? ഇൻറ്റു ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. 2 × 1 എത്ര ഉണ്ടാവും മക്കളെ ആൻസർ? 2. 2 × -4i -8i. 3i × 1 എന്താണ് +3i. ഇവിടെ 3i × -4i 3 × -4 എത്ര ഉണ്ടാ -12i². അപ്പം ആൻസർ 2 -8i + 3 എന്ത് കിട്ടും ആൻസർ? -5i -12i² വരെ -1 അല്ലേ, അത് ചേർന്ന് എന്താവും? പ്ലസ് ആവും. 2 + 12 എത്ര ഉണ്ടാ 14 -5i. എന്താണ് 14 - 5i? ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ. ഓക്കെ. വീണ്ടും വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാം. 2 - i × 3 + i. 2 × 3 6. 2 × i +2i -i × 3 എന്താണ് മക്കളെ? -3i -i × i -i². അപ്പോൾ 6. 2i - 3i എന്താണ്ടാ -i -i² വരെ എത്ര ഉണ്ടാവും മക്കളെ? -1. അപ്പോൾ +1 ആവും അല്ലേ? 6 + 1 എത്ര ഉണ്ടാവും മക്കളെ? 7 - i. ഇത്രയും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്ര അറിയാമോ? നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 4 മാർക്കാണ്. 4 മാർക്ക്. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്ന് അറിയാമോ മക്കളെ? 2021 2021 ക്വസ്റ്റ്യൻ ആയിരുന്നു. വീണ്ടും 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി പ്രോഡക്റ്റ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ 1 + 2i 1 + 2i ഇൻറ്റു 2 - 3i. ഇൻറ്റു ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. 1 + 2i ഇൻറ്റു 1 + 2i ഇൻറ്റു 2 - 3i. 1 ഇൻറ്റു എത്രയാണ് മക്കളെ? 2. അടുത്ത 1 ഇൻറ്റു -3i എന്ത് കിട്ടും? -3i. 2i ഇൻറ്റു 2 എന്താണ്? +4i. അടുത്ത 2i ഇൻറ്റു -3i -6i². ദാറ്റ് ഈസ് ഈക്വൽ ടു 2 -3i + 4i എന്ത് കിട്ടും ആൻസർ? +i -6i² വാല്യൂ -1 അത് ചേർന്ന് +6. 2 + 6 എന്താണ്ടാ 8 + i. സിമ്പിൾ ആണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്ക് എത്ര അറിയാമോ? 4 മാർക്കാണ്. 4 മാർക്ക്. നെക്സ്റ്റ് വൺ കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. Z1 = 3 + iയും Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 5 - 2iയും ആണെങ്കിൽ എടാ Z1 + Z2 ചോദിച്ചിട്ടുണ്ട് അവർ. അത് മാത്രമല്ല ചോദിച്ചാൽ Z1 മൈനസും ചോദിച്ചിട്ടുണ്ട്. Z1 എന്ന് പറഞ്ഞാൽ 3 + i + 5 - 2i. അപ്പോൾ 3 + 5 എത്രയാടാ? 3 + 5 8. i - 2i i - 2i എന്താണ്ടാ -i. ഇത്രയേ ഉള്ളൂ. ഇത് സബ്ട്രാക്ഷൻ ചോദിച്ചിട്ടുണ്ട്, കുറയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. Z1 - Z2 എന്ത് കിട്ടും? Z1 എന്ന് പറഞ്ഞാൽ 3 + i Z2 എന്ന് പറഞ്ഞാൽ രണ്ടാ 5 - 2i. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + i. ഈ മൈനസ് നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ള 5ന് കൊടുക്കും. അപ്പോൾ എന്താകും അത്? -5. ഈ മൈനസ് നമ്മൾ -2i കൊടുക്കും. അപ്പോൾ എന്താകും അത്? +2i. 3 - 5 എന്താണ് ആൻസർ? -2. i + 2i എന്താണ്? +3i. ഇത്ര നേരം ചെയ്യുമ്പോൾ അവർ എഴുതുന്ന മാർക്ക് എത്ര മാർക്കാണ്ടാ? ഇത് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 മാർക്ക്. വീണ്ടും അതിനെ ബേസ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് 3 + i ഇൻറ്റു 2 - i ഇൻറ്റു +5 + 3i ഇൻറ്റു -1 + i -3 - 2i. എടാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 × 2 എന്താണ്? 6. 3 × -i -3i. i × 2 +2i. i × -i -i² പ്ലസ് 5 × -1 -5. ഇവിടെ എന്താവൂടാ? പ്ലസ് -5 ആവും. 5 × i +5i. 3i × -1 -3i. 3i × i +3i². ഈ മൈനസ് നമ്മൾ ഈ 3ക്കും കൊടുക്കണം, അതുപോലെ ആറും കൊടുക്കണം, -2ക്കും കൊടുക്കണം. അപ്പോൾ -3 + 2i എന്നാവും.
ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? 2i ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. -i² -3i ഇല്ല. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഉണ്ടോ ഇവിടെ? ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. i² എല്ലാം കൂടെ എന്തോ മൈനസ് ആക്കാം കേട്ടോ. അപ്പോൾ 6 അവിടെ തന്നെ നിൽക്കട്ടെ. -3 + 2i എന്താ അവിടെ? -i. -i² വാല്യൂ -1. ആ -1 നമ്മൾ ചെയ്യുന്ന അവിടെ +1 ആവും. -5. 5i - 3 എന്താണ്? +2i. ഇവിടെ i² വില മൈനസ് ആണ്. അപ്പോൾ അത് പ്ലസ് കൂടി ചേർന്ന് അവിടെ -3 എന്നാവും. ലാസ്റ്റ് -3 + 2i. ഇനി നമുക്ക് എന്താണ് റിയൽ പാർട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യാം. 6 ഉണ്ട്, -5 ഉണ്ട്, -3 ഉണ്ട്, -3 ഉണ്ട് അല്ലേ? അപ്പോൾ 6 ഒരു 1 കൂടെ ഉണ്ട് അവിടെ. 6 + 1 7. 7 - 5 2. 2 - 3 -1. -1 - 3 -4. ഇനി നമുക്ക് എന്താണ് ഇമാജിനറി പാർട്ടോട്ടുള്ള i വരുന്ന പാർട്ട് എടുക്കാം. -i + 2i + 2i. 2i + 2i എത്രയുണ്ടാ? 4i. 4i - i എന്താണ്? 3i. സോ ഫൈനൽ ആൻസർ നമുക്ക് -4 + 3i എന്ന് കിട്ടും. ഒറ്റ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. ഡയറക്റ്റ് ചോദിച്ചു 7 മാർക്ക്. ഷടയെ നമ്മൾ അടിച്ചെടുത്തു 7 മാർക്ക്. ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ മോഡുലസും കോൺജുഗേറ്റും ആണ്. മോഡുലസ് എന്താണ്? മോഡുലസ് എന്താണ്? ഇപ്പോൾ 3 + 4i എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോഡുലസ് പറഞ്ഞാൽ mod z ആണ്. mod z എന്ന് പറഞ്ഞാൽ √3² പ്ലസ് എന്താണ്? 4². ഇവിടുത്തെ എക്സും ഇവിടുത്തെ വൈയും 3² + 4². 3² 9 + 16 എത്രയാണ് ആൻസർ? √25. √25 വാല്യൂ എത്രയാണ്ടാ? 5. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? മോഡുലസ്. എന്താണ്ടാ? മോഡുലസ് എന്ന് പറയും. ഇനി വീണ്ടും ഒരു കാര്യം ഇവിടെ ഉണ്ട്. മോഡുലസ് കഴിഞ്ഞാൽ മോഡുലസ് മാത്രമല്ല കോൺജുഗേറ്റ് ചെയ്യും. കോൺജുഗേറ്റ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. കോൺജുഗേറ്റ് നമ്മൾ Z ബാർ എന്ന് പറഞ്ഞത്. എന്താണ് Z ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ നടുക്ക് സിമ്പിൾ പ്ലസ് ആണ്. നമ്മൾ എന്താക്കി മാറ്റും? മൈനസ് ആക്കി മാറ്റും. 3 - 4i എന്ന് എഴുതും. അത്രയേ ഉള്ളൂ. വേറെ വലിയ പാടൊന്നും അതിനകത്തില്ല. ഇതാണ് അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആംപ്ലിറ്റ്യൂഡ്. പഠിച്ചു വെച്ചോണേ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പഠിച്ചു വെച്ചോണം. അതായത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഇതാണെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് തീറ്റ. ആംഗിൾ നമ്മൾ എന്ത് പറയുന്നത്? തീറ്റ എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു tan ഇൻവേഴ്സ് y/x എന്നാണ്. y/x. tan ഇൻവേഴ്സ് എന്താണ്ട്? y/x. അപ്പം tan ഇൻവേഴ്സ് y എന്ന് പറഞ്ഞാൽ ഇവിടെ y എന്ന് പറഞ്ഞാൽ ഇവിടെ ആരായിട്ട് എടുക്കും? ഇതാണ് എക്സ്. ഞാൻ ഇവിടെ എഴുതിത്തരാം. ഇത് എക്സ്, ഇതെന്താണ്? വൈ. അപ്പോൾ വൈക്ക് പകരം ഇവിടെ ആരാണ്? വൈക്ക് പകരം 4 ആണ്. എക്സിന് പകരം എന്താണ്? 3 ആണ്. tan ഇൻവേഴ്സ് 4/3. ഇത്രയേ ഉള്ളൂ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനം ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2022 ഇതിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദി മോഡുലസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. റൈറ്റ് ദി മോഡുലസ്. 2i എന്ന് പറയുന്നതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. അതിൻ്റെ മോഡുലസ്. അപ്പം mod z നമുക്ക് z ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം mod z എന്താണ്? ഇതിന് ഒരു പാർട്ടേ ഉള്ളൂ. രണ്ടും 0 അല്ലേ? 0 റിയൽ പാർട്ടില്ല, ഇമാജിനറി പാർട്ടുള്ളൂ. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എത്ര? √4 വില എത്ര? 2. അത്രയേ ഉള്ളൂ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് 1 മാർക്കാണ് കിട്ടുന്നത്. വീണ്ടും അതേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദി മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ 2 + 2i. എന്താണ്ട്? 2 + 2i ആണ് നമ്മളെ കോംപ്ലക്സ് നമ്പർ. ഇതിന് എന്തെഴുതണം? ഇവിടെ ഇതിൻ്റെ എന്താണ്? മോഡുലസും വേണം, ആംപ്ലിറ്റ്യൂഡും വേണം. അപ്പോൾ mod z എന്തായിരിക്കും? mod z √2² + 2². ദാറ്റ് ഈസ് ഈക്വൽ ടു √4 + 4 എത്രയാണ് മക്കളെ? √8. എത്രയാണ്? √8. ഇനി അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചാൽ തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് എന്താണ്? വൈക്ക് വരെ ഇവിടെ ആരാണ്? വൈക്ക് ഇത് എക്സ്, ഇതെന്താണ്? വൈക്ക് പകരം 2/2 അല്ലേ? 2/2. ആൻസർ tan ഇൻവേഴ്സ് 1 എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എഴുതി നിർത്താം. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി വരും. നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പോകണ്ട. 45 ഡിഗ്രി എഴുതാൻ പോകണമെങ്കിൽ ഇത്രയെങ്കിലും എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് ചെയ്ത് നിർത്തുക. ഓക്കെ, ടാൻ്റെ വാല്യൂ എപ്പോഴാണ് 1 ആവുന്നത്? 45 ഡിഗ്രി അല്ലേ? സോ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ ഭയങ്കര ടഫ് ആണെങ്കിൽ അത്രയും ചെയ്ത് 45 ഡിഗ്രി എന്ന് പറഞ്ഞ് ചെയ്ത് നിൽക്കേണ്ട. നിങ്ങൾ എവിടെ നിർത്തിയാൽ മതി? tan ഇൻവേഴ്സ് 1 എന്ത് ചെയ്താൽ മതി? സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 3 മാർക്കാണ്. 3 മാർക്ക്. ചോദിച്ചു 2021 ക്വസ്റ്റ്യൻ. 2021 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഫൈൻഡ് ദി കോൺജുഗേറ്റ് ഓഫ് 4 + 3i. 4 + എന്താണ്ടാ? 4 + 3i. അതിൻ്റെ കോൺജുഗേറ്റ് വെച്ചാൽ Z ബാർ എന്ന് പറയുന്നത് എന്താണ്ടാ? 4 - 3i. ഇതിനെ തന്നെയാണ് അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. 1 മാർക്ക് നിങ്ങൾക്ക് അവിടെയും കിട്ടിയേ. വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് 1 + √3. എന്താണ്ട്? 1 + z = 1 + √3iയുടെ എന്താണ്? മോഡുലസ്. എന്ന് പറഞ്ഞാൽ mod z എങ്ങനെയായിരിക്കും?
1 സ്ക്വയർ പ്ലസ് എന്താണ് √3യുടെ സ്ക്വയർ. ഇപ്പോൾ √1ൻ്റെ സ്ക്വയർ എത്രയാടാ 1ഉം √3യുടെ സ്ക്വയർ എന്താണ് 3 ആണല്ലേ. 1 + 3 എത്ര √4. √4ൻ്റെ വില എത്ര 2. അപ്പോൾ മോഡുലസ് ആയല്ലോ. ഇനി കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഇസഡ് ബാർ എന്താണ്ടാ 1 മൈനസ് √3 ആയി. നടുക്കുള്ള സിമ്പിൾ പ്ലസ് ആണ്, ഞാൻ മൈനസ് ആക്കി എഴുതും. അത് കിട്ടിക്കഴിഞ്ഞു. 3 മാർക്ക് കിട്ടി. 3 മാർക്ക് ഈസി അല്ലേടാ. 2023 വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ 2023 ഫൈൻഡ് ദി കോൺജുഗേറ്റ് ഓഫ് -5 - 2. അതിൻ്റെ കോൺജുഗേറ്റ് എന്താ കോൺജുഗേറ്റ് ഇസഡ് ബാർ ഈക്വൽ ടു -5 മാറ്റം, നടുക്കുള്ള മൈനസ് മാറി അവിടെ പ്ലസ് ആവും, അത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് എന്ത് കിട്ടി മാർക്ക് 1 മാർക്ക് കിട്ടി കഴിഞ്ഞു. 1 മാർക്ക് കിട്ടി. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ മോഡുലസ് ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കുക. ഇസഡ് ഈക്വൽ ടു √3 + i ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ √3യുടെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ ആൻസർ സ്ക്വയർ റൂട്ട് എടുത്ത് അടുത്തൊന്ന് എട്ടിപ്പോവും. 3 + 1 സ്ക്വയർ എത്രയാടാ 1. ആൻസർ √4. √4ൻ്റെ വില എത്രയാടാ മക്കളെ 2. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? മോഡുലസേ ആയുള്ളൂ അല്ലേ. മോഡുലസ് മാത്രം പോലെ നമുക്ക് എന്തുകൂടെ വേണം ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ തീറ്റയല്ലേ. തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് y/x. ദാറ്റ്സ് ഈക്വൽ ടു tan ഇൻവേഴ്സ് y എന്ന് പറയുന്നത് എത്രയാണ്? y ഇവിടെ y എന്ന് പറഞ്ഞാൽ 1 ആണ്. ഐയുടെ കൂടെ ഒന്നും ഇല്ലെങ്കിൽ അവിടെ നമ്പർ ഏതാണ്ടാ 1 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ √3 ആണ്. tan ഇൻവേഴ്സ് 1/√3. ആൻസർ 30 ഡിഗ്രിയാണ്. നിങ്ങൾ അതൊന്നും എഴുതാൻ നിൽക്കേണ്ട. എപ്പോഴും ടാൻ്റെ വാല്യൂ 1/√3 ആവുന്നത് 30 ഡിഗ്രി ആകുമ്പോഴാണ്. നിങ്ങൾ അതൊന്നും എഴുതാനായിട്ട് നിൽക്കേണ്ട. ഇതുവരെ എഴുതി നിർത്തിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ, പേടിക്കണ്ട. അതൊരു ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ്. അതായത് വീണ്ടും അടുത്ത് ചോദിച്ചിട്ടുണ്ട്. 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2 കോംപ്ലക്സ് നമ്പർ എന്നിട്ട് ചോദിക്കുകയാണ്. അതിൻ്റെ മോഡുലസും ആംപ്ലിറ്റ്യൂഡ്. അതായത് വീണ്ടും വേറൊരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. ഇസഡ് ഈക്വൽ ടു -3 - 4i. ഇതിൻ്റെ എന്താണ്? ഇതിൻ്റെ മോഡുലസ് എന്താണ്? മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ √-3യുടെ സ്ക്വയർ പ്ലസ് -4ൻ്റെ സ്ക്വയർ. ഇതാണ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് എന്ന് പറഞ്ഞാൽ -3, y എന്ന് പറഞ്ഞാൽ -4. ഓക്കെ. അപ്പോൾ √-3യുടെ സ്ക്വയർ എത്രയാണ്? 9, 4ൻ്റെ സ്ക്വയർ 16 അല്ലേ. അപ്പോൾ റൂട്ട് എത്രയായിട്ട് 25 എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ എത്രയാണ്? 5 ആണ്. ഇതാണ് എന്ത്? അതിൻ്റെ മോഡുലസ്. ഇനി ചോദിച്ചാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആംപ്ലിറ്റ്യൂഡ് തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് y/x. ദാറ്റ്സ് ഈക്വൽ ടു tan ഇൻവേഴ്സ് y എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? y എന്ന് പറഞ്ഞാൽ -4, x എന്ന് പറഞ്ഞാൽ ആരാണ്? -3. മൈനസ് വെട്ടിപ്പോയിട്ട് tan ഇൻവേഴ്സ് 4/3 എന്ന് എഴുതി വെച്ചാൽ മതി. വേറെ നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. വീണ്ടും അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. 1 + i. ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇസഡ് ഈക്വൽ ടു 1 + i ആണെങ്കിൽ അതിൻ്റെ എന്താണ്? അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ മോഡസ് എന്തായിരിക്കും? √1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1 സ്ക്വയർ എത്രയാണ് മക്കളെ? 1 + 1 എത്രയാണ്? √2. അപ്പോൾ മോഡുലസ് അവിടെ എത്രയാണ്? √2 ആണ്. ഇനി നമുക്ക് അടുത്തെന്ത് ചോദിക്കുക? അടുത്ത അതിൻ്റെ എന്താണ്? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എന്താണ്? തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് y/x. ദാറ്റ്സ് ഈക്വൽ ടു tan ഇൻവേഴ്സ് y എന്ന് പറഞ്ഞാൽ ഇവിടെ y 1 ആണ്, എക്സും 1 തന്നെ. അപ്പം tan ഇൻവേഴ്സ് 1 അറിഞ്ഞൂടെ അത്ര ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. കുറച്ചും കൂടെ അറിയാന്നുള്ളൊരു 45 ഡിഗ്രി എഴുതി കൺക്ലൂഡ് ചെയ്യുക. എപ്പോഴും ടാൻ്റെ വാല്യൂ 1 ആവുന്ന എപ്പോഴാണ്? 45 ഡിഗ്രി. ഓക്കെ. എടാ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോർഡിനേറ്റ് ജിയോമെട്രിയാണ്. കോർഡിനേറ്റ് ജിയോമെട്രിയിൽ നമ്മൾ വരുമ്പോൾ സ്പീഡ് ഇത്തിരി കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഇതിനോട് ദേഷ്യമൊന്നും തോന്നില്ല. കാരണം നമ്മുടെ ടൈം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോകുന്നത് കേട്ടോ. നിങ്ങൾ പതുക്കെ എന്താണ് പൗസ് ചെയ്ത് വെച്ച് പതുക്കെ എന്താണ് കേൾക്കുക കേട്ടോ. നമുക്ക് ആദ്യം 2 പോയിന്റുകൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. 2 ഡിസ്റ്റൻസ് എ എന്ന് പറഞ്ഞ പോയിന്റ്, ബി എന്ന് പറഞ്ഞ പോയിന്റ്. എ എന്ന് പറഞ്ഞാൽ x1, y1 ബി എന്ന് പറഞ്ഞാൽ എന്താണ് s2, y2 ആണെങ്കിൽ എന്താണ് എ മുതൽ ബി ഉള്ള ഡിസ്റ്റൻസ്. എ ബിയുടെ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? √s2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഏത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. തിരിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. x1 - s2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തില്ല, പ്രശ്നമില്ല. അടുത്ത് പറയാനായിട്ടുള്ളത് എന്താണ്? ഒരു ലൈൻ എന്താണ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ദി ലൈൻ ടാൻ തീറ്റ ആയിരിക്കും. എന്താണ്ട് ടാൻ തീറ്റ. എക്സാമ്പിൾ പറഞ്ഞ് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ ആ ലൈൻ എന്താണ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന സ്ലോപ്പ്, അല്ലെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഈക്വൽ ടു എന്തായിരിക്കും? ടാൻ 45 ഡിഗ്രി ആയിരിക്കും. ടാൻ 45 ഡിഗ്രി വാല്യൂ എത്രയാണ് മക്കളെ? 1 ആണ്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ള ഒരു ലൈൻ എന്താണ്? ലൈൻ പാസിൻ്റെ 2 പോയിന്റ് നമുക്കറിയാം. ഫസ്റ്റ് പോയിന്റ് x1, y1 അടുത്ത പോയിന്റ് ഏതാണ്ട് s2, y2 ആണെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ആ ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y2 മൈനസ് y1 ബൈ s2 മൈനസ് x1. ഇതല്ല നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇത് വെച്ചുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് എന്താണ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ട് പല പല രീതികളുണ്ട്. അതിൽ ഫസ്റ്റ് അടുത്ത രീതി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. എന്താണ് നമുക്ക് പറയാൻ പോകുന്നത്? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. ഇതെല്ലാം ആവശ്യമുണ്ട്, പഠിച്ചു വയ്ക്കുക. ഇക്വേഷൻ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇക്വേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പാണ്. അതായത് എന്താണ്, ഒരു ലൈൻ ഉണ്ട്, ആ ലൈൻ എന്താണ്ടാ, ആ ലൈൻ ഇവിടെ വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഏത്? സി. ഏതാണ്? വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഏതാ? സി. 0 സി. ഓക്കെ. അത് പാസ് ചെയ്യുന്ന എന്താണ്, അത് കട്ട് ചെയ്യുന്ന പോയിന്റ് എന്താണ്? സി ആണ്. ഇതിന് ഈ ലൈൻ്റെ സ്ലോപ്പ് കൂടെ നമുക്ക് അറിയാം. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? എം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ വൈ ഈക്വൽ ടു എന്താണ്ട? എം എസ് പ്ലസ് സി. എന്നാൽ വൈ ഈക്വൽ ടു എന്താണ്ട? എം എസ് പ്ലസ് സി. നമ്മളിത് വെച്ച് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, ചെയ്യാൻ പോകുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, മറന്നു പോകല്ലേ മക്കൾ. ഇതെല്ലാം ആവശ്യമുള്ള സാധനമാണ്. ഇപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാനുള്ള സാധനമല്ല. നമുക്ക് ഈ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ആവശ്യമുള്ള സാധനമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. അടുത്ത് പറയാനുള്ളത് എന്താണ്? പോയിന്റ് സ്ലോ ഫോം ആണ്. എന്താണ്? പോയിന്റ് സ്ലോ പോയിന്റ് ഫോം. എന്താണ്? സ്ലോ പോയിന്റ് ഫോം എന്ന് പറയുമ്പോൾ ഒരു ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്കറിയാം. ഏതാണത്? x1, y1 എന്ന് പറഞ്ഞ പോയിന്റും അറിയാം. അതിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് അറിയാം. സ്ലോപ്പ് എം ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷനാണ് എന്താ നോക്കിക്കോണേ, y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. y മൈനസ് y1 ഈക്വൽ ടു എന്താണ്? എം ഇൻറ്റു എക്സ് മൈനസ് x1. ഇനി ഒരു ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ് അറിയാം. x1, y1 എന്ന് പറയുന്ന പോയിന്റും അടുത്ത് s2, y2 എന്ന് പറയുന്ന അടുത്തൊരു പോയിന്റ്. ഇത് നമ്മൾ പറയുന്ന 2 പോയിന്റ് ഫോം എന്ന് പറയും. എന്ത് പറയുക? 2 പോയിന്റ് ഫോം. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ലൈൻ്റെ ഇക്വേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ s2 മൈനസ് x1. ഇതും ആവശ്യമുള്ള സാധനമാണ്. ലൈൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ എന്താണ്? അതെന്താണ്? ആ ലൈൻ എന്താണ്? എക്സ് ആക്സിനെയും വൈ ആക്സിനെയും കട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എ ആണ്. വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ബി ആണെങ്കിൽ നമുക്കിവിടെ എന്താണ്? ഇത് ഈ ഒരു ഇക്വേഷൻ പറയുന്ന പേരാണ് എന്ത് ഫോമിടാ? ഇൻ്റർസെപ്റ്റ് ഫോം. എന്ത് പറയും? ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയും. അതെന്ന് പറയും ഇതാണ്. ഏതാണ്ട് ആൻസർ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇത് നമുക്ക് ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ. ഇനി നമുക്കുള്ളത് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആണ്. അതായത് രണ്ട് ലൈൻ എന്താണ്? രണ്ട് ലൈൻസിനിടയിലുള്ള ആംഗിളാണ് തീറ്റ. ഒന്നാമത്തെ ലൈൻ്റെ സ്ലോപ്പ് m1 രണ്ടാമത്തെ ലൈൻ്റെ സ്ലോപ്പ് m2 ആണെങ്കിൽ അതിനുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു എന്താണ്? ഇക്വേഷൻ ഇതാണ്. ടാൻ ഇൻവേഴ്സ് m1 മൈനസ് m2 ബൈ 1 പ്ലസ് m1 m2. ഇത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, എന്താണ്? ടാൻ ഇൻവേഴ്സ് m1 മൈനസ് m2 ബൈ 1 പ്ലസ് m1 m2. ഇപ്പോൾ വളരെയധികം ആവശ്യമുള്ള സാധനമാണ് ഇത്. ഇനി അതുപോലെ രണ്ട് ലൈൻസ് എന്താണ്? രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ 2 ലൈൻസ് ആർ പാരലൽ. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ആ രണ്ട് ലൈൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? m1 m2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എപ്പോഴും ഓർത്ത് വെച്ചോ, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻസ് കൊണ്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അവരുടെ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് m1 ഇൻറ്റു m2 എന്തായിരിക്കും? ആൻസർ -1 ആയിരിക്കും. എന്തായിരിക്കും ഇവിടെ? -1. ഇത് രണ്ടും ഓർമ്മയിൽ വേണം. അവിടെ ഇനി അത്രയുമായിട്ടൊന്നും ചോദിച്ചില്ല. എന്നാൽ നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ്. അല്ലേ വേണ്ട, അത് ആ ഒരു പ്രോബ്ലം ചെയ്ത സമയം ഞാൻ ചെയ്യിപ്പിക്കാം, അതാണ് നല്ലത്. ഒരു കാര്യം, ഇവിടെ ലൈൻ്റെ ഇക്വേഷൻ തരികയാണ്. ലൈൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. AS പ്ലസ് BY പ്ലസ് C ഈക്വൽ ടു 0. ഈ ഒരു സ്ട്രക്ചറിലാണെങ്കിൽ ഈ ലൈനിൻ്റെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -a/b ആണ്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇപ്പോൾ 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ദി ഇക്വേഷൻ ടു എ സ്ട്രെയിറ്റ് ലൈൻ ഹാവിങ് സ്ലോപ്പ് എത്രയെന്ന് പറയുന്നത്? സ്ലോപ്പ് 1/2. ഇനി y ഇൻ്റർസെപ്റ്റ് ഏതാണ്? y ഇൻ്റർസെപ്റ്റ് -3 എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാണ് ലൈൻ്റെ ഇക്വേഷൻ? നമ്മൾ എങ്ങനെ എഴുതും? സ്ലോപ്പും പിന്നെ ഏതാണ് അടുത്തതുള്ള y ഇൻ്റർസെപ്റ്റ്. y ഈക്വൽ ടു എന്താണ്? MS പ്ലസ് C. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. ഏതാണ്ട് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ y ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ ഇവിടെ 1/2 അല്ലേ? 1/2 C പ്ലസ് C എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? C 1/2 x പ്ലസ് C എന്ന് പറഞ്ഞാൽ ഏതാണ്? -3 ആണല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാം? y എന്താണ്? നമുക്ക് എല്ലാത്തിനും 2 കൊണ്ട് അങ്ങ് ഇൻറ്റു ചെയ്യാം അല്ലേ? അപ്പോൾ 2y ഈക്വൽ ടു ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2 × 1/2 x പ്ലസ്
പ്ലസ് മൈനസ് വന്നിട്ട് -3 ഇൻറ്റു 2 എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്തു 2 കൊണ്ട് അങ്ങ് ഇൻറ്റു ചെയ്തു. എന്തിനാണ് അങ്ങനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തത്? ഈ ബൈ 2 കളയാനാണ്. ഇപ്പം 2-നൂടെ അവിടെ കട്ടായിപ്പോയി. ഇനി ബാക്കി നമുക്ക് എന്ത് കിട്ടും? 2y = x മൈനസ് 6 എന്ന് കിട്ടും അല്ലേ? നമുക്ക് എല്ലാത്തിനും കൂടി ഇപ്പുറത്ത് കൊണ്ടുവരാം. അല്ലെങ്കിൽ 2y എടുത്ത് അപ്പുറത്ത് കളയാം. അപ്പോൾ 0 = x അവിടെ ഉണ്ട്. പ്ലസ് 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -2y ആവും. പിന്നെ -6 അല്ലേ? അതായത് x - 2y - 6 = 0 എന്ന് പറയുന്ന ഒരു ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. ഇത്രയും ചെയ്യുന്നത് കിട്ടുന്ന 1 മാർക്കാണ്. 2021 ചോദിച്ച ക്വസ്റ്റ്യൻ 2021. അടുത്തൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ടു എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിന്റ്. 2 പോയിന്റ് ആണ് 2, -1 പിന്നെ അടുത്തത് -6, 3. ഈ 2 പോയിന്റിലൂടെ ആ ലൈൻ പാസ് ചെയ്യുന്നത്. ആ ലൈൻ്റെ എന്ത് എഴുതണം? നമുക്ക് ഇക്വേഷൻ എഴുതണം. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? y - y1 x - x1 = y2 - y1 s2 - x1. അപ്പോൾ y - y1 എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് x1, ഇത് y1, ഇത് s2, ഇത് y2. അപ്പോൾ y - y1 ആരാണ്ടാ? -1 x - x1 ആരാണ്? 2 = y2 - y2 3 - y1 ആരാണ്? -1 s2 - x1 s2 ആരാണ്? -6 x1 ആരാണ്? 2. അപ്പോൾ അവിടെ y + 1 x - 2 = ഇവിടെ മൈനസ് ജോയിൻ ചെയ്ത് അവിടെ എന്താവും? പ്ലസ് ആവുമല്ലേ? 3 + 1 -6 - 2 -8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു y + 1 x - 2 = 4 -8. 4-ലൂടെ ക്യാൻസൽ നമുക്ക് എന്ത് കിട്ടും? 1ഉം 2 കിട്ടും. നമുക്കിവിടെ എന്ത് ചെയ്യാൻ കിട്ടും? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ x - 2 × 1 എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? x - 2 തന്നെയാണ്. അടുത്ത -2 × y + 1. ദാറ്റ് ഈസ് ഈക്വൽ ടു x - 2 = -2 × y എന്താണ്ടാ? -2y-ഉം -2 × 1 എന്താണ്? -2 ആണ്. നമുക്കെല്ലാം ഒരു സൈഡിൽ അറേഞ്ച് ചെയ്യാം. x ഇവിടെ തന്നെ ഉണ്ട്. ഈ ഒരു -2y ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +2y ആവും. -2 - 2 സൈഡിലും ഉണ്ടല്ലേ? ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. s + 2y = 0. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്ര മാർക്കുണ്ടാ? 3 മാർക്കാണ്. അടുത്ത ദിവസം നോക്കിയാൽ ഫൈൻഡ് ദി ഇക്വേഷൻ ടു എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു 3x - 2y = 5 ആൻഡ് പാസ് ടു ദി പോയിന്റ് 1, -2. അതായത് ഈ ലൈനിന് പാരലായിട്ട് പോകുന്ന ഒരു ലൈൻ, അത് പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? 1, -2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പാരലൽ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടുത്തെ സ്ലോപ്പ് എത്രയാണ്? ഇവിടുത്തെ സ്ലോപ്പ് ഞാൻ പറഞ്ഞു എന്താണ്? 3x - ഇവിടുത്തെ a എന്താണ്? എക്സിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പർ a എന്ന് പറഞ്ഞാൽ 3 ആണ്. b എന്ന് പറഞ്ഞാൽ വൈയുടെ ഫ്രണ്ടിലുള്ള നമ്പർ ആരാണ്? -2 ആണ്. അങ്ങനെ ഇവിടുത്തെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് -a/b എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ -a എന്ന് പറഞ്ഞാൽ ആരാണ്? 3 ആണ്. b എന്ന് പറഞ്ഞാൽ -2 ആണ്. -ഇവിടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടും. അപ്പോൾ ഈ പാരലൽ ലൈനിൻ്റെ സ്ലോപ്പും എന്ത് തന്നെയാണ്? 3/2 തന്നെയാണ്. ഇതെവിടെ നോക്കിക്കേ, ആ ലൈനിൻ്റെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും അറിയാം, അതിൻ്റെ സ്ലോപ്പും അറിയാം. അങ്ങനെ നമ്മൾ എന്ത് ഉപയോഗിക്കും? പോയിന്റ് സ്ലോപ്പ് ഫോം. എന്താണ് പോയിന്റ് സ്ലോപ്പ് ഫോം? y - y1 = m × x - x1. ഇതല്ലേ ആ ഒരു ഇക്വേഷൻ. അപ്പോൾ y - y1 എന്ന് പറഞ്ഞാൽ ആരാണ്? y1. ഇത് x1, ഇതെന്താണ്? y1. y1 എന്ന് പറഞ്ഞാൽ -2 ആണ് അല്ലേ? m എന്ന് പറഞ്ഞാൽ 3/2 ആണ്. x - x1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ എന്താവും? y + 2 = 3/2 × എന്താണ്? x - 1. ഈ /2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? × 2 ആവും. 2 × y + 2 = 3 × x - 1. ദാറ്റ് ഈസ് 2 × y 2y + 2 × 2 എന്താണ്ടാ? 4 = 3 × x 3x -3 × 1 3. നമുക്ക് എല്ലാത്തിനെയും ഒരു സൈഡിലോട്ട് അറേഞ്ച് ചെയ്യാം. ഇതിനെല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോകാം അല്ലേ? അപ്പോൾ 0 = 3x അവിടെ ഉണ്ട്. +2y അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -2y ആവും. അപ്പുറത്ത് ഓൾറെഡി ആരുണ്ട്? ആരുണ്ട്? -3 ഉണ്ട്. ഈ +4 അപ്പുറത്ത് പോകുമ്പോൾ -4 ആവും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അറേഞ്ച് ചെയ്യാം. 3x - 2y -3 - 4 എത്രയുണ്ട്? -7 = 0. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഇത്രയും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 4 മാർക്കാണ് കേട്ടോ. 2021 ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇവിടെ. വേറൊരു ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് 2 ലൈനുണ്ട്. 2 ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്? ഫസ്റ്റ് സ്ലോപ്പ് എന്താണ്? 2ഉം അടുത്ത സ്ലോപ്പ് എന്താണ്ടാ? 1/3 ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം.
Shall move on.